ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20-ാം വാക്യം. ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 20. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞും കൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. ഞാൻ ആ ഭാഗത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. ഇന്ന് രാത്രി സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാർക്കും വേഗം വരുന്ന കർത്താവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ ഏറ്റവും ഏറ്റവും കർത്താവ് സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. Tonight I would like to speak to you about the man the Lord greatly loved. കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വലിയ പുരുഷാരം കർത്താവിനെ അനുഗമിച്ചിരുന്നു. When Jesus Christ was upon the face of the earth, a great crowd followed him. എല്ലാ പുരുഷന്മാരും ആത്മാർത്ഥമായി വന്നവരല്ല. Every crowd did not came with an honest heart. പുരുഷാരത്തിന്റെ എണ്ണം തന്നെ പറയുകയാണെങ്കിൽ ഒരിക്കൽ കർത്താവായ യേശു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരുന്ന 5 അപ്പവും 2 മീനും കർത്താവ് കൊടുത്ത ആ ദിവസത്തിൽ തന്നെ അപ്പം തിന്ന പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 എന്ന് വായിക്കുന്നു. If you count the numbers of the multitude came to the Lord Jesus Christ, those who came to feast when the Lord did the miracle feeding the men with the fish and bread, the men who came ate the bread were 5,000, more than 5,000. അപ്പോൾ നിങ്ങൾ ഓർക്കണമേ, അവിടെ വന്ന പുരുഷന്മാരുടെ എണ്ണമല്ല പറഞ്ഞത്, അപ്പം തിന്ന പുരുഷന്മാരുടെ എണ്ണമാണ് 5000. They are not, word of the Lord is not mentioning the men who came, but the word of the Lord stressing the idea the men who ate the bread were 5,000. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, വേണ്ടുവോളം പുല്ലുണ്ടായിരുന്നു, പന്തി പന്തിയായി ഇരിക്കുവാൻ കർത്താവ് കൽപ്പിച്ചു, 5000 പുരുഷന്മാർ ഇരുന്നവർക്ക് കർത്താവ് അപ്പം കൊടുത്തതായി എഴുതിയിരിക്കുന്നു. The word of the Lord says that there was a grassy area and plenty of area for people to be sitting down, and all those people sat down to feast. The bread were 5,000. നിന്നവർക്ക് അപ്പം കൊടുത്തില്ല. They did not give bread to those who were standing. നിന്നവരാരായിരിക്കും? Who are standing? പരീശന്മാർ ഒരിക്കലും പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. The Pharisees never be seated with the sinners to eat the bread. അപ്പോൾ കർത്താവിന്റെ യോഗത്തിൽ വരുന്നതിൽ ഒരു നല്ല പങ്ക് പരീശന്മാർ. And so we need to understand, multitude come to worship the Lord, many of them are Pharisees. അപ്പോൾ നോയിക്കോടെ, ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഈ പരീശന്മാരെല്ലാവരും മാറി. And if you say sit down, the Pharisees will go out. നമ്മുടെ കുമ്മനാട് കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാവരും പന്തലിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞാലും മാന്യന്മാരും ആവിഞ്ചോക്കിലേ നിൽക്കത്തുള്ളൂ. Amen. Praise the Lord. Even if pastors say come, everybody sit, only few will hear, some will stand outside. അപ്പം ഇരുന്നവർക്ക് മാത്രമേ അപ്പം കൊടുത്തുള്ളൂ. Only those who are seated were given the bread. എവിടെയാണ് അനുഗ്രഹം? അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം. Where is the blessing? Those who obey will get the blessing. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, ഇരുന്നവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. ദൈവിക അനുഗ്രഹങ്ങളെല്ലാം ആർക്കാണെന്ന് ചോദിച്ചാൽ ഇവൻ ആത്മാവിനെ പോലെ കൊടുക്കുന്നത് അനുസരിക്കുന്നവർക്ക് നൽകുന്ന ദൈവത്തിന്റെ ആത്മാവെന്നാണ്. If you are told to be seated, you better sit down. God's blessing will come only to those who are in obedience. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, സഹോദരിമാരാണ് എന്താ വരാഞ്ഞത്? I was wondering why the women were not counted. നിങ്ങളോട് വല്ല പിണക്കമൊന്നോ കർത്താവിന്? Is the Lord doesn't like women? പുരുഷന്മാരെല്ലാവരും പന്തി പന്തിയായി 50 100 വീതം പന്തി പന്തിയായിരുന്നു. ടോട്ടൽ പന്തിയുടെ എണ്ണം എടുത്തിട്ട് 100 കൊണ്ടും 50 കൊണ്ടും കുടിച്ചപ്പോൾ 5000 പെട്ടെന്ന് കിട്ടി. സഹോദരിമാരെ എണ്ണം വന്നപ്പോൾ പന്തി വാരിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ എണ്ണം വരാഞ്ഞത്. And when the men were counted, they can count the rows and the columns and came up with the 5,000 number. But when the women were counted, they were innumerable, so they couldn't count them. അപ്പോൾ നിങ്ങൾ ഓർക്കണമേ, ആ യോഗത്തിൽ തന്നെ എല്ലാവരും വന്നിട്ടില്ല. And not all the crowd came. അതൊരു ബാലകൻ ഉണ്ടായിരുന്നു. ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. There was a small child. In his hand there was 5 bread and 2 fish. തീരെ ചെറിയ ചൈൽഡല്ല. 5 കുപ്പൂസും 2 മീനും തിന്നാൻ
അവന് കഴിയുമെന്ന് അവന്റെ അമ്മ അറിഞ്ഞിട്ട് അവന്റെ തിന്നാവുന്ന അളവിനനുസരിച്ച് 5 പീത്താബ്രെഡും 2 മീനും കൊടുത്തയച്ചത്. And you have to understand, this child mentioned here is not a small baby. He is a grown-up child who is able to eat 5 pita bread and 2 big large fishes. അവന്റെ അപ്പനും അമ്മയും വന്നിട്ടില്ല. And his parents did not come. അവൻ ചോദിക്കാം, പാസ്റ്റർ എങ്ങനെ അറിയാവുന്ന? Pastor, how do you know? നമ്മുടെ ചെറുപ്പക്കാരൻ 5 അപ്പം ഒന്നും കൈ കൊടുത്തയച്ച് അവന് കൊണ്ടുപോകത്തില്ല. അപ്പനും അമ്മയും വന്നാൽ അവരുടെ കയ്യിലേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അവര് വിചാരിച്ചു യോഗം നീണ്ടുപോയാൽ ചെറുക്കൻ എഴുന്നേറ്റ് പോരരുത്, ചെറുക്കൻ വിശന്നാലും അപ്പം തിന്നാലും കർത്താവിന്റെ പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞ് ഒരുക്കി വിട്ട് ഒരു പേരൻസ് ആയിരുന്നു. The parents had a strong desire, even if the meeting go extended time, and they don't want the child to leave the revival meeting, so they prepared, gave him food to eat. എനിക്കിവിടെ ബാലനീക്ഷോ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ 2 അപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു, ബാക്കി 3 എണ്ണം ഞാൻ അടിച്ചേനെ. എന്നാൽ അവൻ ചോദിച്ചപ്പോൾ 5 അപ്പവും 2 മീനും കൊടുത്തു. If they were asking me, I would have 3 of them, only gave 2. But when he was asked, he gave all that he had to the Lord Jesus. ഞാൻ ആ ഭാഗമൊന്നും പറഞ്ഞില്ല. അവിടുത്തെ പുരുഷാരത്തിന്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 5000 പുരുഷന്മാർ, 5000 സ്ത്രീകൾ. പഴയ നിയമത്തിൽ ഡസക്കണക്കിന് പിള്ളേരുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ പല ഉമ്മരും 2 പിള്ളേരാ. 2 പിള്ളേരെ വെച്ച് കൂട്ടിയാൽ തന്നെ 10000, ടോട്ടൽ 20000 പേര്. There we see that 5000 men, maybe 5000 women, and if we count 2 children per family, there will be 10,000. That will cost, total will be 20,000 people. പുരുഷാരം എപ്പോഴും ദൈവിക പ്രവർത്തനത്തിന് ദോഷം ചെയ്യും. And the crowd, the multitude are always working against the work of the Lord. നിങ്ങൾക്കറിയാമല്ലോ, കപ്പർനഹൂമിൽ ഒരു വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോൾ ഒരു പക്ഷപാത രോഗിയെ കിടക്കയോട് 4 പേര് എടുത്തോണ്ട് വന്നു. പുരുഷാരം നിമിത്തം അവർക്ക് സമീപിക്കാൻ കഴിഞ്ഞില്ല. We know the story. Jesus Christ was in Capernaum. There was a man with palsy was carried by 4 men, and they could not enter into the building because of the large crowd block in the way. അപ്പോൾ ഈ 4 പേരുടെ വിശ്വാസമാണ് അവനെ പുരയുടെ മേൽപ്പുര പൊളിച്ച് താഴെ വരുവാൻ ഇടയായത്. The 4 men's faith is the reason they opened the roof and brought the men down inside the building. ഞാനൊരു പുസ്തകം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം വായിച്ചത് ഇങ്ങനെയാണ്, ഈ 4 പേര് ഈ രോഗിയുടെ ആരും അല്ല. I have read an opinion about the writing of this story that this 4 people are not related to this sick man. അവിടെ എഴുതിയേക്കുന്ന യേശു കപ്പർനഹൂമിൽ വീണ്ടും വന്നെന്നാ. And it says that the Lord Jesus Christ came again. അപ്പൊ മുമ്പേ കർത്താവ് വന്നപ്പോൾ സൗഖ്യം പ്രാപിച്ച 4 പേര് യേശു വന്നെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ കാണാനായിട്ട് പോയതാ. And because they heard Jesus Christ, or what the Lord says, it was noised that the Lord Jesus Christ is in Capernaum, so they came to see Jesus again. അവര് പറയണം, നമ്മളെ സൗഖ്യമാക്കിയ കർത്താവ് ഇവനെ സൗഖ്യമാക്കാൻ കഴിയും. വീട്ടിൽ കിടന്ന് പക്ഷപാത രോഗി വീടിന്റെ മുറ്റത്തെ കണ്ട് മരത്തിന്റെ ചോട്ടിലെടുത്ത് ഇട്ടിരുന്നതാ. അവര് 4 പേരും കൂടെ കട്ടിലെ 4 കാലിലും പിടിച്ച് എടുത്തോണ്ട് പോയി. അവരുടെ വിശ്വാസം കണ്ടിട്ട് അത്രമാത്രം വിശ്വാസം അവർക്കുണ്ടായിരുന്നു. I believe that these 4 men were healed by the power of the Lord Jesus Christ. Because of their faith, they went and found this man with the palsy, and they brought him, carrying him with that bed, and brought him to the Lord Jesus Christ. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ആ വീട്ടുകാരനെയാ. And I was so much impressed by the owner of that house. ഞങ്ങൾ പാസ്റ്റർമാരായ ഞങ്ങളുടെ പരപ്പുറത്ത് ചില കാലമെടുത്ത് വെച്ച് താഴെയിടും. കാരണം പെരപ്പുറം പൊളിച്ച് ആരെ താഴെ ഇറക്കുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. Even we pastors will not allow a stranger to open our roof and bring someone down. അപ്പൊ അവര് വിചാരിച്ചു എന്റെ പുരയുടെ മേൽപ്പുര പൊളിഞ്ഞാലും രോഗി സൗഖ്യമാകണം. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിക്കട്ടെ, നമ്മൾ ചില പുരയുടെ മേൽപ്പുരയുടെ താഴെ ഇരിക്കുക. എന്റെ ഡിഗ്രി, എന്റെ വിദ്യാഭ്യാസം, എന്റെ ജോലി, എന്റെ നില, എന്റെ കുടുംബം, നിന്റെ ചില മേൽപ്പുരകൾ പൊളിയുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ ചില രോഗികൾ സൗഖ്യമാകുമെന്ന കാര്യം ഇന്ന് രാത്രി ഞാൻ ഓർമ്മിച്ചു കൊള്ളട്ടെ. Tonight I want to tell you that tonight some of the rooftop need to come down. Many of us have education, and our position and power and authority is holding us back from opening the rooftop. If you open the roof, and the people will come down and be healed by the Lord Jesus അവിടെ Christ. തടസ്സമാരാ പുരുഷാരം. There the objection or the obstacle is the crowd. കർത്താവ് ഒരിക്കൽ പോയപ്പോൾ സക്കായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. When Jesus Christ was walking by, a man named Zacchaeus had a desire to see the Lord Jesus കർത്താവ് Christ. പോകുമ്പോൾ ഒരിക്കലും യാതയ്ക്ക് മുമ്പ് പോയിട്ടില്ല. യാതയ്ക്ക് മുമ്പ് കർത്താവ് പോയത് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. യെരൂശലേമിലേക്ക് കൂച്ചെടുക്കുവാൻ പോയപ്പോൾ എല്ലാവരെയും പിന്നിലാക്കി കർത്താവ് മുൻപ് കയറി നടന്നു. അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. When Jesus Christ walked always with the crowd, he never was in the front of the crowd. He always followed the crowd. Only one exception is that when he went to be crucified on the Calvary, he went ahead of the crowd. കാരണം കർത്താവ് മുമ്പ്
ഫ്രണ്ടിലാണെങ്കിൽ സൈഡിലിരിക്കുന്നവർക്ക് എല്ലാം കർത്താവിനെ കാണാം. Even though the Lord is ahead and all the people on the side can see. അപ്പൊ എല്ലാരും ഇങ്ങനെ തിങ്ങി മുമ്പിലും പുറകിലും എല്ലാം ആള് പോവുക. And everybody is in the front and the side and the back, and the crowd is pushing and going forward. സക്കായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. Zacchaeus had a desire to see the Lord Jesus അവൻ Christ. എന്ത് ചെയ്യുന്നറിയാവോ? അവൻ മരത്തിന്മേൽ കയറി. And he climbed on top of the tree. അപ്പൊ മരത്തെക്കാട്ട് പറയാൻ വയ്യാത്ത എത്രയോ സക്കായിമാര് വഴി നിന്ന് കാണാതെ തിരിച്ചു പോയി. And how many Zacchaeus, I believe, that they don't have the experience to climb the tree, so they stood by the wayside and went home. അപ്പൊ ഇവര് ഭാഗ്യത്തിന് മരത്തെക്കാട്ട് അറിയാവുന്ന കർത്താവിനെ കണ്ടത്. And because he learned tree climbing in his early age, he was able to see the Lord. അവിടെ തടസ്സമാരാ പുരുഷാരൻ. And there also the obstacle is the crowd. പിന്നെ നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, കൃത്യമായി യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നി നിലവിളിച്ചു. മുൻപിൽ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അവർ പറഞ്ഞു മിണ്ടായില്ല. Then again we see a man called Bartimaeus. He wanted to see the Lord Jesus Christ, and the crowd before them said, "You shut up, keep quiet and keep quiet." അപ്പൊ കർത്താവ് വന്നത് കുരുടന് കാഴ്ച കൊടുക്കാനാണ്. And the Lord came to give sight to the blind. ഈ പോളിസി അറിയാത്ത കുറെ വിദ്വാന്മാരാ മുമ്പിൽ കയറി നടക്കുന്നത്. And these people, these wise men, they don't even know they are going ahead. അവിടെ തടസ്സമാരാ പുരുഷാരമാണ്. There also the obstacle is the crowd. പള്ളിപ്രമാണി യായിറോസിന്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിനെ ഉയർപ്പിക്കാൻ ചെന്നപ്പോൾ കർത്താവ് പുരുഷാരത്തെ എല്ലാം പുറത്താക്കി. When the Lord went to raise up the dead girl, Jairus' daughter, and the crowd was holding Jesus from coming, he had to kick all of them out. പുരുഷാരം കൂടിയാൽ എന്തോ നടക്കും? What happened if a crowd comes? മത്തായി 27 വായിക്കുന്നു, ആരവാരോ മണിയമാകുന്നതല്ലാതെ ഒന്നും നടക്കത്തില്ല. And when the crowd comes, a great sound, great noise will come. That's what happened. അപ്പൊ പുരുഷാരം കൂടിയാൽ കുറെ ആരവാരം ഉണ്ടാവും. When the crowd comes, they make big shouting sound. That's all they make. അതന്നെയല്ല പുരുഷാരത്തെയല്ല കർത്താവിന് വേണ്ടിയത്. The Lord doesn't want the crowd. കർത്താവിന്റെ തിരഞ്ഞെടുപ്പെല്ലാം നിങ്ങൾ നോക്കിക്കേ. Wherever the Lord chose, you see what happened. ഗിദെയോന്റെ കാലത്ത് യുദ്ധത്തിന് വേണ്ടി കാഹളം ഗിദെയോനുകൂടി 30,000 പേര് തന്നെ അടുക്കൽ വന്നിയോ. When Gideon was selecting the armies to go with him, 32,000 armies were selected. Okay, with him. ദൈവം പറഞ്ഞു എനിക്ക് ഇവരെല്ലാം വേണ്ട. God said, "I don't need none of this people. ഭയവും ഭീരുത്തോടും മക്കളാ പറഞ്ഞു. All the fearful and the scary one can go back." പിന്നെ ആറിന്റെ തീരത്ത് കൊണ്ടുവന്നു. ആറിന്റെ തീരത്ത്, നല്ല തീരത്ത്. When they came near the shore of the river, കയ്യിൽ വെള്ളമെടുത്തിങ്ങനെ നക്കി കുടിച്ച 300 പേരെ മാത്രം മാറ്റി നിർത്തി. 30,000 അല്ല ദൈവത്തിന് വേണ്ടത്. ഭയവും ഭീരുത്വമില്ലാത്ത 300 പേരെയാണ് ദൈവത്തിന് വേണ്ടത്. the selection was done by the water side. There the test was given. Those who were drinking the water licking the water like dog, they were selected, 300 of them. പുതിയ നിയമത്തിൽ കർത്താവ് ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട. In the New Testament, the Lord Jesus Christ said, "Oh little flock, don't be afraid. പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു." It is pleased the Father to give you the kingdom." ഈ വന്നിരിക്കുന്ന പുരുഷാരം ഒരു കൂട്ടം ആൾക്കാർ അത്ഭുതം കാണുവാൻ വന്നവരാണ്. Many of the people in this crowd only came to see miracle. വേറൊരു കൂട്ടം ആൾക്കാർ രോഗസൗഖ്യം പ്രാപിപ്പാൻ മാത്രം വന്നവരാണ്. And another group of people only came to be healed. കാരണം 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ട് ഒരുത്തൻ മാത്രമേ വന്നുള്ളൂ. ബാക്കി 9 പേര് അവരുടെ കാര്യം സാധിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. Where the Lord says 10 lepers were healed, but only one came back. Rest of them went away with the receiving blessing. ചിലർ അപ്പം തിന്നാൻ വേണ്ടി മാത്രം കോട്ടയം മീറ്റിംഗ് കൊണ്ടേ മാത്രമേ വരുന്നുള്ളൂ. Some people only will come to quarter meeting so they can eat the bread. ഹോളി മീറ്റിംഗ് വരാൻ വരുന്നില്ല. And they don't come for their കാരണം അവർ കർത്താവിനെ വിളിച്ച് രാജാവാക്കാനൊക്കെ ട്രൈ ചെയ്തു. And they try to make Lord as the king. വേറെ ചിലർ വാക്കി പിടിക്കുവാൻ വന്നു. അതേ വാക്കിൽ പിടിക്കുവാൻ. Some others came to catch with the words. വേറെ ചില കേശരികളെ കണ്ടാൽ മാത്രം മതി. Some people came just to see the Lord Jesus എന്നാൽ Christ. നിങ്ങൾ ഓർക്കണമേ, പുരുഷാരത്തിന്റെ ഇടയിലും യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. But be reminded tonight, there are only few among the crowd that have a desire. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ കർത്താവിന്റെ വാർത്തകൾ കേട്ടു. There was a woman who had issue of blood for 12 years, heard about the Lord Jesus Christ. രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. Life is in the blood. ഇവരുടെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. And the blood is draining out of her. 12 വർഷമായി നിരന്തരം ദുർബലമായി രക്തം പൊയ്ക്കൊണ്ടിരിക്കുക. For 12 past years,
person with the issue of blood touches someone or something will be called unclean. അവർക്ക് ന്യായപ്രമാണം അറിയാവുന്നവളാണ്. She knows the law of Moses very അതുകൊണ്ട് well. അവൾ തീരുമാനിച്ചു, ഞാൻ യേശുവിനെ തൊടണ്ട. And so she decided, I don't want Jesus to touch എനിക്ക് me. യേശുവിനെ തൊടണ്ട. I don't want to touch യേശുവിന്റെ Jesus. വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാൽ മതി. I just want to touch the hem of the garment of the Lord Jesus എഴുന്നേറ്റ് Christ. നടക്കാൻ ആരോഗ്യമില്ലാത്ത ഇവള് പുരുഷന്മാരെ തിക്കിത്തള്ളി കർത്താവിന്റെ അടുത്ത് വന്നു. Even though she is incapable of walking among the men who are walking, she just crawled in the middle and came near to the അവൾ Lord കർത്താവിന്റെ Jesus വസ്ത്രം തൊട്ടു. Christ. She came and touched the hem of the garment. യേശുവിന്റെ ശക്തി പുറപ്പെട്ടു. The power came out of the Lord. അവൾ സൗഖ്യമായി. She was completely healed. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിക്കട്ടെ, യോഗത്തിന് വന്നതുകൊണ്ട് അനുഗ്രഹം കിട്ടത്തില്ല. Tonight, let me remind you, you will not be blessed by just coming to the meeting. ഇന്ന് രാത്രി നീ വലിയൊരു ആഗ്രഹത്തോടെ വാഞ്ചയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ സൗഖ്യമാകുന്ന കർത്താവ് ഇന്ന് പകലെത്തി സന്ധ്യാവേളയിൽ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. You came with a great desire that the Lord who is able to heal me will heal me. He is here tonight. കർത്താവ് നമ്മെ തൊടണ്ട, നമുക്ക് കർത്താവിന്റെ വിശ്വാസത്താൽ ഒന്ന് തൊടാം. Allow the Lord to, you don't have to touch the Lord. You don't want Lord to touch you, but by faith you reach out and touch him. ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് കർത്താവിനെ ക്രൂശീകരണ സമയത്ത് കർത്താവിന്റെ രക്തം അക്ഷരീയർത്ഥത്തിൽ വീണ രണ്ടുപേരുണ്ട്. And I was always being reminded about the blood that was shedding from the Lord Jesus Christ when he was crucified upon two people. അത് കർത്താവിന്റെ ഇടവും വലവും കള്ളമാണ് വേദാണ്. And that blood was falling upon two people. They were the thieves that were hung on the left and the right side of the Lord Jesus സെയിം Christ. ചാട്ടവാറ് കൊണ്ടാണ് ഇവരെ അടിക്കുന്നത്. And they were beaten with the same whip. സെയിം കുന്തം കൊണ്ടാണ് കുത്തുന്നത്. Same spear was used to pierce them. അപ്പൊ യേശുവിന്റെ രക്തം കള്ളമാണ് രക്തം യേശുവിന്റെ രക്തം പുരണ്ടിട്ടുണ്ട്. We know that the blood of the Lord Jesus Christ was transformed to the transferred to the thieves, and likewise the blood from the thieves were transferred to the Lord Jesus യേശുവിന്റെ Christ. രക്തം പാപം മോചിക്കുമെന്നല്ലേ നമ്മൾ പറയുന്നത്. We claim and we know the blood of the Lord Jesus Christ will wash away sin. എന്നിട്ട് എന്തുകൊണ്ട് ഒരു കള്ളന്റെ പാപം മോചിക്കില്ല? Then why one thief's sin was not forgiven? ഞാനൊരു കാര്യം പറഞ്ഞേ, യേശുവിന്റെ രക്തം കുപ്പിക്കകത്ത് പിടിച്ചോണ്ട് വന്ന ഒരു പാപിയുടെ തല മുതൽ ഉള്ളങ്കാലി വരെ ഒഴിച്ചാലും പാപമോചനം നടക്കത്തില്ല. എന്നാൽ അവൻ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ പാപിയാവുന്നവൻ ഏറ്റുപറയാൻ തയ്യാറായാൽ തൽക്ഷണം പാപമോചനം നടക്കും. Amen. Let me tell you, Amen. tonight, if you go collect all the blood of Jesus Christ in a bottle and pour it out on the top of a sinner from his head to toe, that sinner will not be saved unless and until he confess his sin and say that I am a sinner, Lord forgive my sins. കള്ളൻ ആദ്യമേ സമ്മതിച്ചു, നാമോ അർഹമായ ശിക്ഷ അനുഭവിക്കുന്നു. And the thief is saying, we are receiving the punishment that is required for our എന്താ crime. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. This man have committed none of the crime that he has. യേശുവേ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന് പാപമോചനം നടന്നു. And this thief committed his life and said, Lord, remember me when you establish your kingdom. At that moment his sin was forgiven. എന്റെ ഭാഷയെ പറഞ്ഞ ചുളുവിൽ പർദീസ കൈവശമാക്കിയ ഒരു മനുഷ്യനാണ് ക്രൂശിലെ കള്ളൻ. In my opinion, only one person received the salvation or the paradise very easily was the thief on the cross. അവൻ സാക്ഷി പറയാൻ സമയം കിട്ടിയില്ല, He didn't have time for this. സ്നാനപ്പെടാൻ സമയം കിട്ടിയില്ല, He didn't have time to take water baptism. ആത്മാവിനാൽ നിറയാൻ സമയം കിട്ടിയില്ല. He was not infilled by the power of the Holy Spirit. സെക്കൻഡുകൾ കൊണ്ട് പർദീസയിൽ അവൻ ചെന്നു. And immediately he was able to occupy the paradise. അതിനെക്കുറിച്ച് ഒരു വേദഗ്രന്ഥം പറഞ്ഞിട്ടില്ല. പർദീസയുടെ വാതിൽ അബ്രഹാമിന്റെ മണി കർത്താവിന്റെ ആത്മാവ് ചെന്നപ്പോൾ പാതാളം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. And a great scholar, a Bible scholar said like this, the paradise, the lap or the bosom of Abraham was open when the Lord Jesus Christ. അബ്രഹാമിന്റെ ആത്മാവ് മുതൽ അതുവരെ മരിച്ചുപോയ സകല വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ പർദീസയിൽ എഴുന്നേറ്റ് നിന്നു. പർദീസ സ്തുതിസ്തോത്രങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. And that day when the Lord Jesus Christ entered paradise, the door of paradise were opened, and from the death of the first saint till the time of the death of the Lord Jesus Christ, all the saints stood up and rejoiced for the appearance of the Lord Jesus ഉടനെ അവർ Christ. നോക്കിക്കൊണ്ട് കർത്താവിന്റെ പുറകിൽ നിന്ന് പമ്പിപ്പോയി വരുന്നു. And immediately when they looked, there's a man is walking behind the Lord Jesus Christ. അവനാ രക്ഷിക്കപ്പെട്ട കള്ളൻ. And that is the thief that just got saved. എനിക്കൊരു അവധിയുടെ ഒരു നാണക്കേടുണ്ട്, എങ്ങനെ ഇങ്ങനെ ചെന്ന് കയറിയെന്ന്. And I believe this thief is in a shame. How did I get to come to this place? അവിടെ കർത്താവ് ചെല്ലി ചോദിച്ചെന്നാ പറഞ്ഞത്, നിക്കോദീമോസ്
you bring in Nicodemus or another one of the scholars or Pharisees? Why did you bring this thief over here? അപ്പൊ ഞാൻ പറഞ്ഞ പുരുഷാരത്തിന്റെ ഇടയിലും അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? And what I'm trying to say is there are few among the crowd, they have a desire to receive the ഇന്ന് blessing. രാത്രി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള വലിയ വാഞ്ഛയോടുകൂടി ആയിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഈ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. This night, let me tell you, if there is one seated in this place and say, Lord, bless me that I am here for your blessing. If you have a desire, He will fulfill your desire. കർത്താവിന് വേണ്ടി പുരുഷാരത്തെ അല്ല. The Lord does not want multitude. കർത്താവിന് വേണ്ടി ശിഷ്യന്മാരെ. The Lord only wants disciples. ആരംഭകാലത്ത് ദൈവമക്കളെ എല്ലാം ശിഷ്യന്മാരെന്നാണ് ചെയ്യുന്നത്. In the early days, all the children of God were known as disciples. കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പറഞ്ഞ ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞു. When the Lord gave a commandment to the disciple, He said that you go all the world and go make them disciples by teaching them what I have taught you and making the disciples by baptizing them in the name of the Father and Holy Spirit. ഈ പുരുഷാരത്തിനകത്ത് ദൈവത്തെ പിൻപറ്റുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടമുണ്ട്. And there are among the crowd, there are some disciples are in the crowd. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം 500 പേര് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ ഒരു യോഗത്തിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി. After the resurrection of the Lord Jesus Christ, He came to a crowd of 500. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 6-ാം വാക്യം വായിക്കേണ്ട. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം 500 പേര് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ കർത്താവ് പ്രത്യക്ഷനായിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. And in the Epistle of Corinthians we read that after the resurrection of the Lord Jesus Christ, He came among the multitude of 500 who were gathering for Him. ഈ 500 പേരെ കുറിച്ച് അധികം ബൈബിളൊന്നും പറയുന്നില്ല. Bible does not much explaining about the 500 people. എനിക്കൊന്ന് ഫുൾ ടൈം ഗോസ്പൽ വർക്കേഴ്സ് ഒന്നും അല്ലായിരിക്കാം. They may not be full-time gospel workers. ചിലപ്പോൾ ഭാഗ്യമായിട്ടൊക്കെ ചെയ്തവരായിരിക്കാം. They may be part-time gospel workers. എങ്കിലും 500 പേര് ശിഷ്യന്മാരാണ്. But these 500 of them are disciples. അവരെ കർത്താവ് ഉയർത്തുന്നതിന് ശേഷവും വിട്ടുപിരിയാതെ ഒന്നിച്ചു കൂടി നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒരു കൂട്ടമാണ്. These people, this crowd, came together in one spirit, one mind, oneness after the resurrection of the Lord Jesus Christ. അപ്പൊ പുരുഷാരത്തെക്കാൾ കുറച്ചുകൂടെ കർത്താവിനോട് അടുപ്പമുള്ളവരാണ് ഈ 500 പേര്. And these 500 are so close to the Lord Jesus Christ than the other great multitude. എന്നാൽ ഇവരെക്കാൾ കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരു 70 പേരെ ബൈബിളിൽ നമുക്ക് കാണാം. But in the Word of God, we see there are 70 of them. They are much more closer to the Lord Jesus Christ than these 500. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ ആ ഭാഗങ്ങൾ കാണാൻ വായിക്കേണ്ട. 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. Luke's Gospel chapter 10, we read that the Lord selected 70 chosen ones. അവരെ ഈ രണ്ടായിട്ട് അയച്ചു. And He sent 2 by 2. നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിക്കണം. He commanded them, you go and preach about the kingdom of God. ഭൂതങ്ങളെ പുറത്താക്കണം. Cast out the demons. രോഗികളെ സൗഖ്യമാക്കണം. Heal the sick. അവർ തിരിച്ച് സന്തോഷത്തോടെ വന്നു. They came back with a great joy in their life. അവർ പറഞ്ഞു ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങണമെന്ന് പറഞ്ഞു. And they have said the demons are obedient to us and they also bow down before us. കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയത് കൊണ്ട് തന്നെ സന്തോഷിപ്പീരെന്ന് പറഞ്ഞു. And the Lord Jesus Christ looked at them and said, you should not rejoice because the demons are obeying and you are able to cast away, but be rejoicing because your name is written in the book of life in heaven. അവൻ ദൈവങ്ങളുടെ വന്നവരോട് ഞാൻ പറയട്ടെ നമ്മുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതണം. Let me tell you, for some of you to know that our name should be written in heaven. എന്നാൽ പിന്നീട് 70 പേരിൽ ചിലർ കർത്താവിനെ വിട്ടുപോയി. And after that, out of the 70, few left the Lord Jesus അതിന് Christ. കാരണമായിരിക്കുന്ന കർത്താവിന്റെ പ്രസംഗമാണ്. The reason for that is because of the preaching of the Lord Jesus Christ. യോഹന്നാൻ 6-ാം അധ്യായം 58, 60, 66 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞു എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ലെന്ന് പറഞ്ഞു. And when the Lord Jesus Christ said, if you do not eat my flesh and drink my blood, you have no communion with me. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു ഇത് കഠിനമായ വാക്ക്, ഇത് കേട്ടുകൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അന്ന് അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി. The word of the Lord, John's Gospel, chapter 6, verse 6, he says, when the disciples heard this is the hard saying, and departed the Lord Jesus Christ. ഉടനെ 70 പേരിൽ പലരും വിട്ടുപോയി കണ്ടപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ 12 പേര് ഇരിക്കുന്നു. കർത്താവ് തിരിഞ്ഞ 12 പേരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക്
the other side. He was able to point out 12 of them faithfully seated there. And the Lord said, if you want, you can also leave from me. Immediately Peter said, where shall we go from your presence? The word of eternal life is in you. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ വായിക്കുമ്പോൾ യേശു രാത്രി മുഴുവൻ മലയിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം തന്റെ അടുക്കൽ വന്നവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവരാണ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ. When we come to the book of Mark, chapter 3, we see that after the much prayer of the Lord Jesus Christ on the Mount Olive, he came down and selected some disciples. They were the profitable one for the Lord Jesus Christ. അപ്പോസ്തലന്മാരെ എടുത്തിരിക്കുന്ന തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിനും 12 പേരെ നിയമിച്ചു. The Lord's word of the Lord says that he has chosen the 12 chosen ones so that they will be with him and to preach the word of deliverance and word of kingdom of the Lord and to minister for the Lord. He chose the 12. ഇത് പലർക്കും പ്രസംഗിക്കാൻ വളരെ ആഗ്രഹമാണ്. Today many people want to preach. എന്നാൽ ഇരിക്കാൻ താല്പര്യമില്ല. They do not want to be with the Lord. ഇല്ല, നീ കർത്താവിനോട് ഇരിക്കണം. You must be seated with the Lord. ഇരിക്കുന്നവരെ കർത്താവ് അയക്കും. If you are seated with the Lord, he will send you. കർത്താവ് അയക്കുന്നവർ പ്രസംഗിക്കട്ടെ. Those who are sent must preach the word of God. അപ്പോൾ പോയിന്റോ പുരുഷാരം And great multitude. പുരുഷാരത്തിനകത്ത് 500. And in the multitude there are 500 chosen. 500-നകത്ത് ഒരു 70. Among the 500 there are 70. 70-നകത്ത് ഒരു 12. 12 among the 70. ഈ 12-നകത്ത് കുറച്ചുകൂടി അഡ്വാൻറ്റേജായി കർത്താവിനോട് അടുത്തിരിക്കുന്ന 3 പേരുണ്ട്. And among the 12 only 3 were so close to the Lord Jesus Christ. അവർ 3 പേരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. And among those 3, Peter, John and James. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ ഉയർപ്പിപ്പാൻ പോയപ്പോൾ ഇവരെ 3 പേരെ അകത്ത് കയറ്റിയുള്ളൂ. When the Lord Jesus Christ went to raise the dead, the daughter of Jairus, he only selected these 3 and took them into the room. മറുരൂപമലയിൽ യേശുവിന്റെ തേജസ്സ് വെളിപ്പെട്ട ആ രൂപാന്തരത്തിന്റെ ആ ശക്തി കാണുവാൻ ഇവരെ 3 പേരെ മാത്രമേ കർത്താവ് കൊണ്ടുപോയുള്ളൂ. On the Mount of Transfiguration, the Lord only selected these 3 to go with him up into the top of mountain. എന്തിന് കർത്താവിന്റെ അന്ത്യസമയമായപ്പോൾ ജനസമരാന്തോടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 8 ശിഷ്യന്മാരെ ഉള്ളത്തിരുത്തി ഇവരെ 3 പേരെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റിയിരുത്തി യേശു പിന്നെ ഒരു കല്ലേർ ദൂരം അപ്പുറത്ത് കർത്താവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ അടുത്തിരിക്കുന്നത് ഇവര് 3 പേരാണ്. And when the Lord Jesus Christ was in the garden of Gethsemane and the Lord had 8 of them in a separate place, rest of them close to the Lord Jesus Christ, and then he departed from them and stood there and prayed. എന്നാൽ ഇവിടെ എല്ലാ ഭാഗത്തും ഇന്റർകോച്ച് സർക്കിളിലുള്ള ഒരാളുണ്ട്. ആളിന്റെ പേരാണ് യോഹന്നാൻ. And among all this there is a prominent one in the middle of all these disciples. He is the chosen one, selected one called Apostle John. പുരുഷാരത്തിനകത്ത് ഒരു 500, 500-നകത്ത് ഒരു 70, 70-നകത്ത് ഒരു 12, 12-നകത്ത് കുറച്ചുകൂടി അഡ്വാൻറ്റേജായി 3 പേര് ഏറ്റവും ഇന്റർകോച്ച് സർക്കിളിൽ കർത്താവുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. You will see when the Lord Jesus Christ came, a great multitude came. Among the multitude there are 500, among the 500 there are 70, and from the 70 there is 12, and from the 12 there is 3, and out of the 3 there is one who is John the Apostle. കർത്താവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഇടറത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് പോലും അകന്നു പോയി. And during the suffering death of the Lord Jesus Christ, Peter said, I will never depart you, was also taken away from the Lord. ക്രൂശിന്റെ അടുക്കൽ അടുത്തു വന്ന ഒരാൾ യോഹന്നാനാണ്. But there is only one came near to the cross. He is the John the Apostle. നിങ്ങൾക്കറിയാമല്ലോ പത്രോസ് ആ ചാടിക്കൽ ഉത്തരം പറയുന്നയാൾ. You know that Peter always have a sudden answer. പത്രോസ് പറഞ്ഞു എല്ലാവരും വിട്ടാലും ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. Peter said, if everyone casts you away, deny you or depart from you, I will not deny you. പത്രോസിനെ പിന്മാറ്റത്തിന് 7 പടിയുണ്ട്. There are 7 steps for Peter to backslide. Yes. കാരണം കർത്താവിനെ പിടിച്ചാൽ നടന്നപ്പോൾ പത്രോസ് അകലം വിട്ട് പിന്തുടർന്നു. And when the message came that Jesus Christ was caught, Peter was following him in a distance. അതുവരെ കർത്താവിനോട് കൂടെ നടന്നവനെ കർത്താവിനെ പിടിച്ചാൽ നടന്നപ്പോൾ പുള്ളി കർത്താവിനോടുള്ള അകലം പുറകോട്ട് പോയി. And all this time, Peter was walking so close to the Lord Jesus Christ
When the message came, the Lord Jesus Christ was captured. He slowly departed from him, kept a distance. പിന്മാറ്റത്തിന്റെ ആദ്യപടി അകലപ്പെടുക. The first step of backsliding is you keeping a distance. പണ്ട് യോഗ്യത മുമ്പിലെ കസേര ഇരിക്കുന്നുണ്ടായിരുന്നു. Before you used to come and be seated in the front seat. ഇപ്പൊ വന്ന ഏറ്റവും പുറകിലേക്ക് ഇരിക്കുന്നു. Now you find the last seat and sit there. പണ്ട് പ്രാർത്ഥിക്കാത്തവരെ ചാടിക്കയറി പ്രാർത്ഥിക്കുമായിരുന്നു. Before you just jump up and pray. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാതായി. Now you have no desire to പണ്ട് pray. വേദപുസ്തകം സ്ഥിരം വായിക്കുമായിരുന്നു. Before you read the word always. ഇപ്പൊ വേദപുസ്തകം വായന കുറച്ചു വരികയാണ്. Now it is slow down. എന്നിട്ട് പുറകോട്ട് വന്ന പിന്മാറ്റത്തിന്റെ ആദ്യപടിയാണ്. And everything you going backwards is the first step of your backsliding. അത് കഴിഞ്ഞ് പത്രോസിന്റെ രണ്ടാമത്തെ പിന്മാറ്റം അവരുടെ ഇടയിലിരുന്നു. And second step of his backsliding is that he came and sat among them. കാരണം കർത്താവിനെ പരിഹസിക്കാൻ തീരായിരുന്നവരുടെ ഇടയിൽ പത്രോസ് കയറിയിരുന്നു. There, those who were mocking the Lord Jesus Christ, Peter also found a place. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് പത്രോസ് കയറിയിരുന്നു. Word of the Lord says that you might not sit among the seat of the scornful, or not be among the sinners, but Peter found a place among the scorners and the sinners. മൂന്നാമത് ഞാൻ അവനെ അറിയുന്നില്ലെന്നു. Third step of his backsliding is that I do not even know him. 3.5 വർഷം കർത്താവിനോടുകൂടെ കർത്താവിനെ പുള്ളി അറിയുന്നില്ല. 3.5 years Peter walked with the Lord Jesus Christ. Now he says, I don't know him. ഇത് പത്രോസ് എന്നവരുമാര് പറയാ, ഇത് ഞാനല്ല. And then അവൻ അവനെ തന്നെ കാണും. Peter then said that I am not the one. നിങ്ങൾ പറഞ്ഞ ആളല്ല ഞാൻ. I am not the one you are claiming that who I am. അവൻ നമ്മളെ തിരഞ്ഞെടുപ്പൊക്കെ പോയപ്പോ ചെല്ലു പറഞ്ഞു ഇന്നത്തെ വെച്ച് കണ്ടോ, ഞാനല്ല. And some people, when we see in a different place, we say, I have seen in such and such a place. We say, no, that's not me. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് തിരിയുന്നില്ലെന്ന്. And then he said, I don't understand what you are saying. തിരിയാതെ ഇങ്ങനെ മറുപടി കൊടുക്കുന്നു. Then how can he give a reply? How can he answer back without understanding? ഒരിക്കൽ ഒരു തെറ്റിനെ വീണ്ടും നീതീകരിക്കാൻ പിന്നെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. In order to hide one of his lie, he is lying more and more. എന്നിട്ട് കർത്താവിനെ പ്രാഗി. And then he started cursing the Lord. ആരെങ്കിലും അനുഗ്രഹിച്ച് പ്രാകാറുണ്ടോ? Does anybody bless and curse? എന്നെ ഞാൻ അവന് ഗുണപിടിക്കാതെ പോകുന്നു. And he may have said, let him be cursed. ആദ്യം കർത്താവ് ഗുണപിടിക്കാതെ പോകുന്നു. Let the Lord be cursed. കർത്താവിനെ പ്രാഗി. He cursed the Lord. എന്നിട്ട് ആണേ. And then he started. അമ്മയാണ് അച്ഛനാണ് യെരൂശലേമാണ് എല്ലാം ആണല്ലോ. And he started taking the vow. തീരുമാനത്തിന്റെ പടി. And the seventh step of his backsliding. പണ്ടൊരിക്കലും ആരോ കല്യാണം ആലോചിക്കുന്ന കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. കല്യാണം ആലോചിച്ചപ്പോ ചെറുക്കനെ എങ്ങനെയുണ്ടെന്ന് അയലത്ത് കയറി അന്വേഷിച്ചെന്നാ ചെറുക്കനെ കൊണ്ട് നമ്മുടെ കൊച്ചിനെ കപ്പ പറഞ്ഞ് കുഴപ്പമില്ല, അപ്പൊ ഉള്ളി നിന്നു. And you know about the story about a wedding proposal came for a woman and a man, and to find the background about the boy, the family came to the neighbor's house and they inquired, and the neighbor said he eat onions. അപ്പൊ പറഞ്ഞ എപ്പോഴും ഉള്ളി തിന്നത്തില്ല, കുടിക്കുമ്പോ മാത്രമേ തിന്നത്തുള്ളൂ. He said the neighbor said he don't eat onion always, only when he drink he eat onion. എപ്പോഴും കുടിക്കത്തില്ല, ചീട്ട് കളിക്കാൻ പോകുമ്പോഴേ കുടിക്കത്തുള്ളൂ. He don't drink all the time, only when he go to play cards he will drink. എപ്പോഴും ചീട്ട് കളിക്കത്തില്ല, ഗ്രാമമുള്ള ഫുൾ മൂണുള്ള രാത്രിയിലെ ചീട്ട് കളിക്കത്തുള്ളൂ, അല്ലാത്തപ്പം ഡാർക്കുള്ളപ്പോൾ മോഷിക്കാൻ പോകുള്ളൂ. He doesn't play cards all the time, only he play cards when there is full moon. All the other time he go to steal from other people's house. എപ്പോഴും മോഷിക്കത്തില്ല, ജയിലിൽ നിന്ന് പരോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ മോഷിക്കത്തുള്ളൂ. He doesn't steal all the time, only when he get out of parole he go to do thievery again. ആദ്യമേ കേട്ട ഉള്ളി തിന്നുവന്നേ കേട്ടുള്ളൂ. First step was he eat onion. അവൻ പിൻവാങ്ങിന്റെ ആദ്യ പടി തുടങ്ങിയ പിന്നെ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാവോ? ഗുരുതരമാണ്. You know that when you start the first step of backsliding, you know where you're going to end up. ഇനി ഞാൻ യോഹന്നാനെ കുറിച്ച് പറയട്ടെ. Let me come back to the story. യോഹന്നാൻ ഈ ലേഖനത്തിൽ സുവിശേഷം എഴുതുമ്പോൾ തന്റെ പേര് എഴുതാതെ കൂടെ എഴുതുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യന്മാർ. When Apostle John was writing this epistle, instead of writing his name, he always wrote the one who was so beloved to the Lord Jesus Christ. ഞാനാണ് എഴുതിയിരുന്നെങ്കിൽ കൂടെ എഴുതി പിടിപ്പിച്ചത്. If I wrote, I would have written there always be a buram. കാരണം എപ്പോഴും ഞാൻ വലുതാകാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. Our desire is to make ourselves rich and prominent. നിങ്ങൾക്കറിയാമല്ലോ, പാപത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വാക്ക് സിൻ എന്നാണല്ലോ. സിൻ, SIN. Do you know the English word for sin? It's sin in English. ഐ വരാതെ യു ആയിരുന്നെങ്കിൽ സൂര്യനായേനെ.
If instead of I, if it was you, it will be son, it will be son. ഐ വരാതെ ഓയായിരുന്നെങ്കിൽ പുത്രനായനെ. If it was son, it will be a child. ഐ അവിടെ വന്നതുകൊണ്ട് ആ വാക്ക് പോലും പാവമായി. Because I came in the middle of S and N, the sin came. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഐ വരരുത്. We should be very careful. ഈ അയ്യയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന അയ്യയുടെ മണ്ടയ്ക്ക് ദൈവമാകുന്ന ചുറ്റിയ കൊണ്ട് നല്ല അടി കൊടുക്കണം. And we should be careful about lifting ourselves up. When the I stand up, we take a hammer of the word of God and make sure you humble that I. അപ്പൊ ഈ ഐ ഇങ്ങനെ വളഞ്ഞു ഓയാകുമ്പോൾ പിന്നെ സാക്ഷി പറയും ഞാനല്ല കർത്താവാ വലുതെന്ന് പറയും. Praise the Lord. Hallelujah. Hallelujah. You beat that up, beat that I with the word of God. Multitude of time, the eye will make a round circle, it becomes sun, then you will give all the glory to the Son of God. And when the Lord called the disciples, they were repairing the nets. The son of Zebedee were repairing the nets. What is meant by repairing the net is that when you cast the net, some of the edge of the net will tear off. And what they do is they'll bring the net to the shore and then they put the edge of the net together and then they sew them together. And then the Lord saw what they were doing. The Lord saw their work. He had a desire. If I call them, they will come, and all those who have gone away from the Lord, these disciples will bring them together and mend them together. And Peter and John never went to school. It says that they are men of no education. Acts of the Apostle chapter 4, we read that when they saw that these children of God, Peter and John, they saw their courage and came to the realization that they are men of no education, but they saw the courage and they were surprised. And John and Peter, all these apostles were men of no education. How does Peter was able to write about the end time and the fiery furnace experience that the world is going to go through? Because the Holy Spirit gave him the education. That education is much higher than the education the world can offer for a man of God. You don't have to be separated because you don't have education. If you are seated close to the Lord Jesus Christ, He will educate you. Let me give you an example. I am giving you examples so I can regain your attention. There are 5 captains for a king. After winning the war, the king asked these 5 captains, what do you want as a reward? The first captain said, I would like to marry your eldest daughter. And the king married his daughter to this man. The second captain said, I don't have any house, so I need a palace-like home. And the king made a palace-like home. The third captain said, I have no money in the bank, I only need money. And the king gave him plenty of money. And the fourth one said that I have no way to go to my home, I need a road, so the king made a highway. Made a highway. The fifth one came, the king asked the question, what do you need? And he said, I don't need anything.
And one desire I have, I want to live in the house for 1 month. അപ്പൊ ഇവന് വീടില്ല. And he doesn't have a house. കൊട്ടാരത്തുല്യമായ വീട് പണിയിച്ചു കൊടുത്തു. And the king made a palace-like home. അങ്ങോട്ട് പോകാൻ വഴിയില്ല. There was no way to road to രാജാവ് പോകുന്നതല്ല, വലിയ ഹൈവേ പണിത് കൊടുത്തു. because the king had to travel, so he made ഇവന് a ബാങ്കിൽ പൈസ ഇല്ല, വേണ്ടുവോളം പൈസ ഇട്ട് കൊടുത്തു. He had no money in the bank, but the king gave him money. പിന്നെന്തുവാ, രാജാവ് ഭാര്യയോ മക്കളോ കുക്ക് ചെയ്തേ കഴിക്കപ്പെടും, ഇളയ പോലെ കല്യാണം കഴിച്ചു. And the king only eat when either his wife cooking, from his wife cooking or his daughters. So the youngest daughter was married to this man. മറ്റവർ വേണ്ടതെല്ലാം രാജാവ് ഒരു മാസം വന്ന ആവശ്യം മുതൽ ഇവന് കിട്ടി. All that was given to the other 4 was given to the 5th one just because the king came to live with him. ആരാ പിടിക്കണേ? Who is the smartest one? രാജാവിന് വീട്ടിൽ വന്ന് താമസിപ്പിച്ചവൻ. The one who allowed the king to come and ഇന്ന് രാത്രി നമ്മുടെ കർത്താവും ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും നീ ഭാരപ്പെടേണ്ട. ദൈവം വരുമ്പോൾ സമൃദ്ധിയായി അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിനക്ക് നൽകിയതിനെ പാലിക്കുവാൻ ശക്തരാണെന്നുള്ള കാര്യം പറഞ്ഞു. Tonight, if you're worried about your outward situation, whatever your physical condition or your finance or any other problems, don't worry about it. Allow the King of Kings and the Lord of Lords to come and stay with you. He will give you things multiplied in your life, pressing down and shaking down, that will overflow in your life. ഈ യോഹന്നാൻ യാക്കോബും കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് ഇവർക്ക് ഒരു പേരിട്ടു, ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ്. When John and James came to the Lord Jesus Christ, he gave them the name, the son of thunder. മർക്കോസ് 3:17 വായിക്കണ്ട, അവർ ഇടിമക്കൾ എന്ന് പേര്. They were named the sons of thunder. എന്താ കർത്താവ് അങ്ങനെ ഇടാൻ കാര്യം? Do you know why the Lord gave him the name? ഇവരുടെ സ്വഭാവം ആദ്യമേ നല്ലതല്ലായിരുന്നു. Because their character was not that fitting. കാരണം ഒരിക്കലും ഇവര് വഴിയോടെ പറഞ്ഞു വേറൊരു ദേശം ഉണ്ടെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. And when they were going one way, another preacher, വേറെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. another was preaching. ഉടനെ അവര് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. And ഞങ്ങളെ ശരിയായ അപ്പോസ്തലന്മാർ ഞങ്ങളുടെ വരാൻ പറഞ്ഞു. he said, we are the real apostles of God. അവര് വന്നില്ല. They didn't come. ഇവര് കർത്താവിനോട് പറയാം ഞങ്ങൾ അവരെ വിരോധിച്ചേക്കട്ടെ. And they went and told the Lord, let us block them from coming. അപ്പൊ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ ഗ്രൂപ്പിലല്ലേ വേറെ ആരും പ്രസംഗിക്കേണ്ടത്. Their attitude is that you are only allowed to preach only if you belong to our group. പിന്നൊരിക്കൽ ഇവര് പറഞ്ഞു ഏലിയാവ് തീയിറക്കി നശിപ്പിക്കണമെന്ന് ചോദിച്ചു. Another time they said, can we send the fire upon these people like Elijah sent the fire? ഉടനെ കർത്താവ് ചോദിച്ചു നിങ്ങൾ ഏതാത്മാവിന് അതീന്ദ്ര മനുഷ്യപുത്രൻ ഏൽപ്പിക്കാൻ നശിപ്പിക്കാനോ രക്ഷിക്കാനോ എന്ന് പറഞ്ഞു. And then the Lord asked, what kind of spirit you have? Holy Spirit, God, the Son of God came not to destroy, He came to give life. എന്നാൽ ഇത്ര ഇടിക്കിടി കൊടുക്കുന്ന പരിപാടിയായതുകൊണ്ട് അവർ ഇടിമക്കളുടെ പേരിട്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ തുടങ്ങി. And the Lord named them the sons of thunder because their life reflected the attitude of sending fire and thunder upon people. That's why they were named after sons of thunder. അടുത്ത് പറയുന്ന ശ്രദ്ധിക്കണം, രൂപാന്തരം വരുവാൻ കാര്യമായ ചില വസ്തുതകളുണ്ടോ? There are many reasons for their transformation. അത് നിങ്ങളെല്ലാം നോട്ട് ചെയ്യുകയും നിങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. I want you to all make note of that and also put that in practice. ഒന്നാമത്തെ രൂപാന്തരം യോഹന്നാൻ 13:23 അവൻ യേശുവിന്റെ മാർവിൽ ചാരി. First one is that he was so close to the bosom of the Lord Jesus Christ. യോഗം കഴിഞ്ഞ് എല്ലാവരും പോകും. You know that after the meeting everybody go home. കർത്താവിഷ്യന്മാർ മാത്രം ശേഷിക്കും. And the Lord and the disciples will be left alone. കർത്താവ് പുരുഷാരത്തോട് ഉപമകളായി സംസാരിക്കും. And the Lord will give parables to his disciples. ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. And then he called the disciples and give them explanation to the parables. കർത്താവിന്റെ അടുക്ക സീറ്റ് പിടിക്കാൻ അപ്പോസ്തലന്മാർ എല്ലാവരും ട്രൈ ചെയ്യും. When the Lord explained what the parable means, all the disciples will come and find a seat so close to the Lord Jesus Christ. കർത്താവിന്റെ അനുഗമനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ യോഹന്നാനാണ്. The youngest of the disciples is John the Apostle. അപ്പൊ യോഹന്നാൻ വളരെ സ്പീഡിൽ നടന്ന് കർത്താവ് ഇരിക്കുന്നതിന്റെ അടുത്ത് സീറ്റ് പിടിക്കും. And John at that time walked very fast and find a seat so close to the Lord Jesus Christ. അപ്പൊ സൂപ്പർമാരായ പത്രോസും അന്ത്രയോസും ഒക്കെ വരുന്നതിന് മുമ്പ് പുള്ളി കയറി അടുത്ത് കയറി സീറ്റ് പിടിക്കും. Before the Andrew and Peter, the elder apostles come, the younger one John will find a prominent place by the Lord Jesus Christ. സീറ്റ് പിടിച്ച ഉറപ്പാക്കിയ പുള്ളി അവരെ കൂടെ കാണിക്കാനായിട്ട് യേശുവിനെ മാറിലോട്ട് ചാകൂടെ ചാരി. After he confirmed that he had a prominent place, then to show off, he
having a closer walk with the Lord Jesus Christ. യെശയ്യാ 50:10 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആര്? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. The book of Isaiah chapter 50 verse 10 it says that, who is among you that feareth the Lord, that obeyeth the voice of his servant, that walketh in darkness and hath no light? Let him trust in the name of the Lord and stay upon his God. നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ജീവനോടുകൂടെ ഇരിക്കുന്നു. The book of Deuteronomy 4:4 chapter 4 verse 4 it says that, but you that did cleave unto the Lord your God are alive, every one of you this day. സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. In the book of Psalm we read, those who cast away from you, those who fled away from you will be perished. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. Word of the Lord says that it is good for me that I am so close to my God. 91 സങ്കീർത്തനം 4-ാം വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. Psalm 91 verse 4 says, because he is so close to me, I will deliver him. ഞാൻ കർത്താവിനെ എപ്പോഴും ആഗ്രഹിക്കുന്നു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? The Lord Jesus Christ asked the question to Peter, do you love me more than this? പുരുഷാരമുണ്ട്, പുരുഷാരത്തിനകത്തൊരു 500 ഉണ്ട്, 500-നകത്തൊരു 70 ഉണ്ട്, 70-ൽ ഒരു 12 ഉണ്ട്, 12-നകത്തൊരു 3 ഉണ്ട്. എന്നാൽ ചുതർക്കുള്ള യോഹന്നാൻ യേശുവിന്റെ മാറോടെ ചാടിയിരുന്നു. There are a great multitude come to the Lord Jesus Christ. Among them there is 500 of them, and among the 500 there is 70 of them. Among the 70 there is 12. From the 12 there is 3, and out of the John who came so close to the bosom of the Lord Jesus എന്താ Christ. യോഹന്നാൻ യേശുവിനോട് ചാടിയിരുന്നത്? Why John was so close to the Lord Jesus Christ? സൂചനവെത്തിയപ്പോൾ ഒരാൾ യേശുവിനെ ആദാമിന്റെ പുത്രനായും മറ്റൊരാൾ അബ്രഹാമിന്റെ പുത്രനായും ഒക്കെ എഴുതിയപ്പോൾ യോഹന്നാൻ എഴുതി, ഇവൻ ആദാമിന്റെ പുത്രനല്ല, അബ്രഹാമിന്റെ പുത്രനല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനമായിരുന്നു, ദൈവമായിരുന്നവരാണ് ഈ പുത്രൻ. And all the other writers of the gospel wrote, writers, the Son of God, Jesus Christ, or Jesus Christ the Son of Abraham, or Jesus Christ the Son of David. But John the Apostle wrote, in the beginning there was light, and the light was God. യോഹന്നാൻ വെളിപ്പെട്ടു, എന്നെ അടുത്തിരിക്കുന്നവൻ ഇവൻ വെറും മറിയയുടെ മകനല്ല, ഇവൻ ദൈവമാണെന്ന് വെളിപ്പെട്ടു. John said that he is revealed to me, he is not the son of Mary, but he is God himself. ഞാൻ പറയട്ടെ, നീ ദൈവത്തോട് ചാടിയിരിക്കുന്നുണ്ടോ? Let me call your attention, are you walking close to the Lord tonight? നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നുണ്ടോ? Are you staying close to the Lord? നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ നിന്നെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വരും. If you are so close to the Lord, in the time of your need, he will come down near you for to deliver you. എനിക്ക് അനുബന്ധ ഒരു പ്രസംഗമായി എങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. Let me tell you one example. ബാബിലോണിലായിരുന്ന അനന്യാവ്, മീശായി, അസരിയാവ് Ananiah, Mishael, and Azariah, they were taken captive into Babylonia. നെബൂഖദ്നേസർ രാജാവ് 60 രൂപയുടെ വലിയൊരു സ്വർണ്ണം കൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. The king Nebuchadnezzar made a statue much higher than 60 feet high. എല്ലാവരും വാദിത്രങ്ങൾ കേൾക്കുമ്പോൾ ഈ ബിംബത്തിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കണം. The musical instruments were playing, everyone fell before the idol and said, ഈ worship. വാരന്മാർ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കത്തില്ല. But these children of God said, we will never worship them. ന്യായപ്രമാണം പറയുന്ന വിഗ്രഹത്തെ നമസ്കരിക്കുവാൻ പാടില്ല. The law of God says, you do not worship idols. അവരുടെ രാജാവേ, ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ പോലും ആവശ്യമില്ല. They said, the children of God said, oh king, we don't need to answer, or we don't need to reason with you on this. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. Our God will deliver us. വിടുവിച്ചില്ലെങ്കിലും Even though he does not deliver ഞങ്ങൾ us, നമസ്കരിക്കത്തില്ല. we will never fall before the idol. രാജാവ് ബാബിലോണിൽ കൗൺസിൽ വിളിച്ചു കൂട്ടി. Oh, the king called a council in Babylonia. ആലോചന പറഞ്ഞു കൊടുക്കുന്നവര് വന്നു. All the counselors came. അവര് പറഞ്ഞു, രാജാവേ, തീരുമാനത്തിലായാൽ പാടില്ല. Oh, the ministers came and said, oh king, do not loosen your decision. ഇവരെ തീയിടണം. We must put them in fiery furnace. തീയുടെ മണന്റെ ശക്തി കൂട്ടണം. And you should improvise the power of the fiery furnace. 7 മടങ്ങ് ശക്തി കൂട്ടി. You should put the fire 7 times higher than usual. എനിക്ക് തോന്നി ഇവര് 3 പേരും ഒരു കമ്മിറ്റി കൂടി. And they decided to join the committee. ഇവര് 3 പേരും കൂടെ ആലോചിച്ചു. All these 3 children of God, തമ്മി പറഞ്ഞു, ആരും തീരുമാനത്തിനായിരുന്നു. they decided we are not going to fall before the king. ചാവാണെങ്കിൽ നമുക്ക് 3 പേർക്ക് ഒന്നിച്ചു മരിക്കണം. If we die, 3
And to make a decision upon this matter, heaven called his council. തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെ സല്യൂട്ട് ചെയ്ത് നിന്നു. The selected angels came and stood, stand in attention before the എന്റെ ഭാവനയെ പറഞ്ഞാൽ ഗബ്രിയേൽ വന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു മെസ്സേജുമായി നെബൂഖദ്നേസർ രാജാവിന്റെ അടുക്കലോട്ട് പോകാം. And in my imagination, I say like this: the messenger, the angel Gabriel came and said, "I will go to the king Nebuchadnezzar with a message." മീഖായേൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് മുമ്പോട്ട് വന്നു. The mighty angel Michael came with the drawn sword in his എന്റെ hand ദാസന്മാരെ രക്ഷിക്കുവാൻ ഞാനിപ്പോ പോയി യുദ്ധം ചെയ്യാം. to deliver the saints of God, to servants of the Lord. I will go fight the battle. അശൂർ പാളയത്തിൽ വന്ന ദൂതൻ 1,85,000 പേരെ കൊണ്ട് ദൂരം വന്ന് സല്യൂട്ട് അടിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോ പോകാമെന്ന് പറഞ്ഞു. The one angel who came to the camp of Assyria, who slain 187,000 army, he said, "I will go fight the battle for അപ്പോൾ ഒരു the കാഴ്ച സ്വർഗ്ഗത്തിൽ കാണുന്നു. And there is a great vision in heaven. ത്രിത്വത്തിൽ രണ്ടാമനാമത്തെ കർത്താവ് എഴുന്നേറ്റു. And the second in the triune God, the Son of God, Jesus Christ. എന്റെ ദാസന്മാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. My servants are firm in their decision. അവരെ രക്ഷിപ്പാൻ ദൂതനല്ല പോകേണ്ടത്. There are no angels should be allowed to go set them free. ഞാൻ കണ്ട് ഇറങ്ങിച്ചല്ലോ. I myself will go down near to my servants. ഞാൻ തീയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. And the power of the fire is improved. നെബൂഖദ്നേസർ നോക്കിയിട്ട് പറയുകയാണ്, Nebuchadnezzar looking at the fire. നാലാമത്തവൻ ദൈവപുത്രൻ മുഴുവത്തോടും തിരിക്കുന്നു. I see a fourth one walking among the children of God, and he looked like the Son of God. ത്രിത്വത്തിൽ രണ്ടാമനാമത്തെ കർത്താവ് തീക്കകത്ത് ഇറങ്ങി വന്നു. The second in triune God, Jesus Christ himself came down to the ഞാൻ fire. പറയട്ടെ, നീ ദൈവത്തോട് പറ്റിയിരുന്നു. Let me tell you, if you walk close to the Lord, നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. I thank and praise God who will come down to deliver you in the time of your need. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിച്ചവനാണ് നമ്മുടെ ദൈവം. Our God is the one who delivered Daniel from the lion's den. അവൻ തന്നെയുമല്ല, കാരാഗൃഹത്തിൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടി വിടുതലൊരുക്കിയ ദൈവം. Our Lord found a way out from the prison when our servants of the Lord, Paul and Silas, was in prison. അവൻ നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാം. Therefore, let us walk a closer walk with him. അവൻ ആ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നു. And John was so close to him. മാർഗച്ചാരി സ്നേഹത്തെ കാണിക്കുന്നു. He was so close to his bosom. It shows his love. നമ്മുടെ സ്നേഹമൊക്കെ തൽക്കാലത്തേക്കാം. Our love is temporary. പണ്ടൊരിക്കലും ഒരു തമിഴ് സഹോദരന്റെ ഭാര്യ മരിച്ചു. A long time ago, a brother who is a Tamilian sang a song like this. ഭാര്യ മരിക്കാൻ നേരം പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാം. The wife said, "I am about to die. ഇനി നീ വേറെ കെട്ടരുത് കേട്ടോ. Don't go marry another woman. കാരണം പിള്ളേരൊക്കെ പ്രായമായി. Because children are of age. I don't want you to marry another woman." ഇനി വരുന്ന സ്ത്രീ പിള്ളേരെ നോക്കത്തൊന്നുമില്ല. The second wife will not take care of our children. അവൾ കെട്ടണ്ട. അപ്പൊ അവൻ അവളെ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നാണ് ഞാൻ വേറെ കെട്ടത്തില്ല. So he held on to her hand and said, "I swear by your name, I will not marry another woman." പുള്ളിക്കാരി മരിച്ചു. And the wife passed മരിച്ചോടനെ away. തമിഴ് കരയാനായി തുടങ്ങി. And the wife passed away, and the Tamil man started crying. എന്റെ ദൈവമേ, ഇപ്പോൾ നല്ലവളായിരുന്നു. Oh God, she was a good എന്നെ നോക്കി, എന്റെ girl. പിള്ളേരെ എല്ലാം നോക്കി. She looked after me and my children. ഇനി വരുന്ന പണ്ടാച്ചി ഒക്കെ ഉള്ളതാന്ന് ആർക്കറിയാം? Now the next woman come, I don't know how she is. ശവത്തിന് ചൂട് പോയില്ല. The body is still warm. തീരുമാനം മാറ്റി. And he changed his word. നമ്മൾ തീരുമാനം മാറ്റല്ലേ? Don't change your word. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. Be closer to him. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. Have a closer walk with the Lord. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. You must be closer to him. അടുത്തത് ക്രൂശിനരികിൽ വന്ന് യോഹന്നാൻ. John came near to the cross. നിങ്ങൾക്കറിയാം, ക്രൂശ് എന്ന് പറഞ്ഞാൽ കച്ചറയാണ്. And cross means suffering. കച്ചറയാ പലരും ദൈവത്തിൽ നിന്ന് അകറ്റിയത്. Many people are drawn away from God because of the suffering. എന്നാൽ യോഹന്നാൻ കച്ചറ കൂടുന്നവർ ക്രൂശിനരികിൽ അടുത്തു. But John, the more suffering comes, the more closer he comes to the cross. ക്രൂശിന് അടുത്തു. He comes so near to the cross. മാർത്തയും മറിയയും Martha and Mary. യേശുവിന്റെ വീട്ടിൽ നിന്ന് പലവട്ടം ഭക്ഷണമൊക്കെ ശാപനൊക്കെ കഴിച്ചതാ. Jesus came to their home to have dinner. അന്ന് ലാസർ അവിടെ ഇല്ല. Lazarus was not there. അപ്പന്റെ അമ്മയുടെയും കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. It doesn't mention about the mother and father of Martha and Mary. ചിലപ്പോ അപ്പനും അമ്മയൊക്കെ മരിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിരിക്കും. ഇവര് മൂന്നുപേരേ ഉള്ളൂ. Maybe Martha and Mary and Lazarus doesn't have father and mother. They're all dead and gone. Only three of them are mentioned. കർത്താവ് ആ വീട്ടിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. They all know Jesus make a routine visit. അവർ ശിശു
കുഴങ്ങിയെന്നോ. It says that they are so tired of serving the Lord. അപ്പൊ ഒരാൾ പെട്ടെന്ന് വന്നാൽ സഹോദരന്മാർ കുഴയേണ്ട കാര്യമില്ല. And you know, when a guest come without notice, you don't have to get tired of കാരണം ഒരു coming. ഗസ്റ്റ് പെട്ടെന്ന് വന്ന ഒരു മുട്ടയെ പൊരിച്ചൊരു സംഭാരം ഉണ്ടാക്കി പെട്ടെന്ന് പോകുക. And if a guest come unexpectedly, you should not get worried about just fry an egg and make a sambar and then give them some cook. എന്നാ ഒരാളെ ഉണ്ണാൻ വിളിച്ചാൽ ഒത്തിരി ഐറ്റങ്ങളുണ്ടാകും. But you invite someone for dinner, make sure you work hard and feed them plenty. അപ്പൊ ശുശ്രൂഷ കുഴങ്ങി വെച്ച് ഒത്തിരി കൂട്ടാനൊക്കെ ഉണ്ടാക്കുക. And they were tired of cooking means they made a lot of food, a feast for the Lord. എന്നാ മറിയയ്ക്ക് ഇതൊന്നും ചെയ്യണം. പുള്ളിക്കാരി വേദനയോടെ അടുത്ത് പോയി വായി. But Mary is not concerned of any of those things. She just seated by the feet of the Lord Jesus Christ with her Bible to study. ഈ മാർമിക ഒരു മാനേഴ്സ് ഇല്ല. വന്ന ഗസ്റ്റോടാണ് പറയേണ്ടത്. ഇവിടെ ഒന്ന് പറഞ്ഞു വിടാൻ. But Martha, I feel that she doesn't have any manner. She went and complained to the guests. അപ്പോൾ ഞാൻ ആ വിഷയം ഒടുവിൽ ലാസറിന് അസുഖം വന്നു. And later on, you know the story, Lazarus became sick. ഇവര് പറഞ്ഞു നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു. It says in the word of God, the one you beloved, that one you love very much is sick. കർത്താവ് അടുത്ത സിറ്റിയിലുണ്ട്. And he's in the next city. കർത്താവ് കയറിയില്ല. He did not come back. ലാസർ മരിച്ചു. Lazarus died. യഹൂദന്മാരുടെ ഒരു അന്ധവിശ്വാസമാണ് മരിച്ചാൽ 3 ദിവസം വരെ ആത്മാവ് കല്ലറയുടെ അടുക്കൽ കാണുന്നു. There's a false belief among the Jewish people that if a person is dead, for the next 3 days, the soul or the spirit will move around close by. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് പോകും. After 3 days, the spirit will depart. കർത്താവിന്റെ അന്ധവിശ്വാസം മാറ്റുവാനായിട്ട് 3 ദിവസം വന്നില്ല. To make sure they are clear of their false belief, Jesus Christ did not come for 3 days. 4-ാം പക്കം. 4th day, Jesus came. വരുന്ന നിർത്തപ്പോൾ മാർത്ത ഓടിച്ചു. As soon as the message came, Martha ran to the gate. അവൾ വന്ന് മറിയോട് പറഞ്ഞു, "ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു." And she came and told Mary, the master is come and he's calling you. അവൾ ഓടിച്ചു. And she also യോഹന്നാൻ ക്രൂശിന്റെ അടുക്കൽ വന്നതുപോലെ ക്രൂശിൽ അകന്നു പോകരുത്, ക്രൂശിനോട് അടുത്ത് വരണം. as John came near to the cross, those who are far away from the cross must come near to the cross. ക്രൂശിന് അടുത്ത് വന്നപ്പോൾ കർത്താവ് നോക്കി യോഹന്നാനെ കണ്ടു. When he came near to the cross, Jesus looked and saw John. നമുക്കറിയാം നമ്മുടെ കച്ചറയിൽ പ്രത്യേകിച്ച് മരണസമയത്ത് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ പറയും അവനെ ഒന്ന് വരുത്തിരിക്കാവുന്ന കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ അടുത്ത് നിന്ന് അവർ മരിക്കും മുമ്പ് കാണുന്ന ഒരു ആശ്വാസം. And we know that during the time of death, many people, especially parents, they like to see their beloved one come so near to them, standing by their bedside, so they can die in peace. കർത്താവിനെ ക്രൂശിക്കുമ്പോൾ കർത്താവിനെ വേദനിപ്പിച്ച ഒരു വിഷയമാണ്. There is one thing that gave a great pain to the Lord Jesus Christ during his suffering death on the cross. നിന്നെ അവന്റെ ഹൃദയത്തെ തകർത്തു. There was the mocking came upon him that broke his heart. കടന്നു പോകുന്ന ഒരു തല പിടിക്കവരെ കളിയാക്കി. Those who were walking by started mocking at him. That really gave him pain. ഇതെല്ലാം തന്നെ വേദനിപ്പിക്കുന്ന വസ്തുതയാണ്. Those really inflicted pain in the എന്നാൽ heart of Jesus എന്റെ Christ. വിശ്വാസം യേശുവിന്റെ ക്രൂശീകരണത്തിൽ കർത്താവിന്റെ മനസ്സിനെ തണുപ്പിച്ച ഒരാൾ യോഹന്നാൻ. And I believe during the crucifixion of the Lord Jesus Christ, there is only one person who came to console the Lord Jesus Christ, that comforted the Lord Jesus Christ. I believe it is John the യേശുവിന്റെ Apostle. ക്രൂശിനരികെ യോഹന്നാൻ വന്നു. John the Apostle came so near to the cross. ഉടനെ കർത്താവ് യോഹന്നാനെ നോക്കി. And Jesus looked at John അപ്പുറത്തെ അമ്മ നിൽക്കുന്നത് കണ്ടു. and saw his mother standing by. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. John, here is your mother. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. Oh mother, this is your son. യേശുവിന് വേറെ സഹോദരന്മാരില്ലയോ? Isn't there other brothers for Jesus? ഉണ്ടോ? There is. യേശുവിന് കുറഞ്ഞത് 2 സഹോദരിമാരും ചില സഹോദരന്മാരും ഉണ്ട്. There are 2 sisters and സഹോദരന്മാർ other brothers. യാക്കോബ്, യോസ, യൂദ ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലയോ? കർത്താവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. Where the Lord says the Lord Jesus Christ had half brothers and half sisters. അവരെ ദൈവഭാഗത്തോടെ കർത്താവിനെ ഉയർത്തുന്നതിന് ശേഷമാണ്. They all came to the Lord after the resurrection of the Lord Jesus Christ. അതുവരെ അവർ വിശ്വസിച്ചില്ല. Before that they did not believe in അവരുടെ Jesus. സഹോദരന്മാരും അവർ വിശ്വസിച്ചില്ല നേടിയിട്ടുണ്ട്. Bible says his brothers did not have faith in him. അപ്പൊ അമ്മയെ ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? And so who can commit his mother തന്റെ സഹോദരന്മാരെ വേണം. to his brothers? എന്നാ ചെയ്തില്ല. But he didn't do it. കർത്താവ് എന്തുവാ കാണിച്ചത്? What did Lord do? ഗുണപ്പെടാത്ത എന്റെ സഹോദരന്മാരെക്കാൾ എന്റെ ക്രൂശിൽ ധരിക്കുന്ന വന്ന യോഹന്നാനെയാണ് അമ്മയെ ഏൽപ്പിക്കുമെന്നാണ്. Amen. He found the person who is not saved, but he found rather saved apostle that he can transfer the mothership to that person. ഉത്തരവാദിത്വത്തിൽ വെച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ്
transfer the mother to someone. അതിന് പറ്റിയ ആളാരാണ്? ക്രൂശിക്കൽ വന്നത്. Who is the best fit person? The person who came. ഇന്ന് രാത്രി ഓർമ്മിക്കട്ടെ, ചില ഉത്തരവാദിത്വം ദൈവം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Let me remind you, there is a responsibility God wants to put upon your life. എന്നാൽ നീ ക്രൂശിനോട് അടുത്ത് വരുമോ? Will you come near to the cross? നീ ക്രൂശിനോട് അടുത്ത് വരുമോ? Are you willing to come near to the cross? ക്രൂശിനോട് അടുത്ത് വരുന്നെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കും. If you are willing to come near to the feet of the cross of Calvary, He will put some responsibility. യോഹന്നാൻ ഉത്തരവാദിത്വം ഏറ്റു. He took the responsibility. യേശു ഉയർത്തെഴുന്നേറ്റു. Jesus Christ resurrected. മറിയമാരി കല്ലറയ്ക്കൽ ചെന്ന് യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് വരുവാൻ പറഞ്ഞു. The Marys came and found the Lord Jesus Christ was resurrected. മഗ്ദലക്കാരത്തി മറിയം വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. Mary the Magdalene came and told the disciples that the Lord Jesus Christ is risen. ഉടനെ ശിഷ്യന്മാർ എഴുന്നേറ്റ് ഓടി. And the disciples start running. യോഹന്നാൻ 24 പത്രോസ് യോഹന്നാനും ഓടി. And Peter and John ran. യോഹന്നാൻ പത്രോസിനേക്കാൾ മുമ്പേ കല്ലറയ്ക്കലെത്തി. It says that John came before Peter at the sepulchre. എവിടെയാ ഓട്ടത്തിന്റെ സ്പീഡ്? Where is the speed in running? സ്നേഹത്തിന്റെ അളവ് കൂടുമ്പോഴാണ്. The measure of love. സ്നേഹത്തിന്റെ അളവ് കൂടുമ്പോഴാണ് ഓട്ടത്തിന്റെ സ്പീഡ് കൂടുതൽ. When the measure of love increase, the speed of run will increase. നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ടവർ വാദിക്കവന് കോളിംഗ് എടുത്താൽ എത്ര പെട്ടെന്ന് പോയി കഥ തുറക്കും. ഇഷ്ടമില്ലാത്തവർ വന്നവർ അവിടെയും തട്ടി ഇവിടെയും തട്ടി പെരുക്കത്തിന് തുറക്കുന്ന പോലെയല്ല. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. We know when someone comes at the door and ring the doorbell, if somebody who comes that so much beloved to us will run and open the door. But if we don't like that person, we'll take our time. Likewise, John ran to the sepulchre. നിന്റെ കൈയടി കാണുമ്പോൾ കർത്താവിനുള്ള സ്നേഹം അറിയാം. When you clap your hand, it shows the love you നിന്റെ have. പാട്ട് കേൾക്കുമ്പോൾ കർത്താവിനുള്ള സ്നേഹം അറിയാം. Your singing will show the love of Christ. നീ കർത്താവിന് കൊടുക്കുന്ന കാണുമ്പോൾ കർത്താവിനുള്ള സ്നേഹം അറിയാം. It shows your love, how much you give to the Lord. നിനക്ക് യോഗത്തിന്റെ വരവ് കാണുമ്പോൾ കർത്താവിനുള്ള സ്നേഹം അറിയാം. Your love is shown by you coming to the church. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാതെ എല്ലാവരെക്കാൾ മുമ്പിൽ ഓടുവാൻ തയ്യാറാകണം. You must not do like other people do. You must improvise your doing. അത് കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ കൂടെ മീൻ പിടിക്കാൻ പോയി. After that, the disciples went fishing. ആ കുട്ടി യോഹന്നാനും പത്രോസും ഒക്കെ ഉണ്ടായിരുന്നു. Among them, John and Peter was there. കർത്താവ് രാത്രി മുതൽ ഇവര് പോയപ്പോ തൊട്ട് കരയിൽ നിന്നിരുന്നു. And from night onwards, the Lord Jesus Christ was standing at the shore. ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. All night they toiled and they got nothing. കർത്താവ് പറഞ്ഞു, ഒരൊറ്റ പൊടിമീൻ പോലും ഇവന്റെ വലയിൽ കയറരുതെന്ന് പറഞ്ഞു. And the Lord commanded not a single small fish should enter in the കർത്താവ് net. കരയിൽ നിന്നിരുന്ന പിന്മാറ്റം കണ്ടുകൊണ്ട് കരയിൽ നിന്നിരുന്നു. Bible says the Lord stood at the shore all night, seeing their കാരണം അവിടെ lives. മീനുണ്ട്. കർത്താവ് വീശാൻ പറ്റുമ്പോൾ പെരുത്ത മീൻ കൂട്ടാൻ കിട്ടിയെന്നാ. Lord knows there is fish in that water. യേശു വിലക്കിയാൽ നിനക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. And Jesus is holding, you will get no blessing. ഒടുവിൽ ആ കർത്താവ് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. Christ came and said, children, is there anything to eat? ബാക്കി ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. And children, the disciples did not understand. ഉടനെ യോഹന്നാൻ പറയുന്നു, അത് കർത്താവോ? And John said, that is Jesus. ആർക്ക് മനസ്സിലായി? Who knew, who recognized? യോഹന്നാന് മനസ്സിലായി. John recognized. നമുക്കറിയാം, ചില ഫോൺ എടുത്ത് വർത്താനം പറയുന്നത് മേനോ സ്പീക്കിംഗ്. And when he answered the phone, he said, who is calling? ചില ഹലോ പറയുമ്പോഴേ എന്തോടെ വെച്ചാൽ അസുഖാനിക്കുന്നു. When some people call, he say, hello, oh, hi, how are you, uncle, how are you doing? കാരണം ഇവര് തമ്മിലുള്ള അടുപ്പോ. Because the closeness. നോക്കിക്കോ, ഒരു യോഗത്തിൽ വന്ന് പ്രസംഗം കേട്ടിട്ട്, ചിലപ്പോ ഒരു സാക്ഷി കേട്ടിട്ട്, ഒരു പാട്ട് കേട്ടിട്ട്, ഒരു ദൈവവേദന അറിയാം, എന്നുള്ള ദൈവത്തിന്റെ ദൂരായിരുന്നു ഇന്നത്തെ ദൂരം. എന്നാൽ തകർപ്പ പ്രസംഗം കേട്ടാലും ഒന്നും തിരിച്ചറിയാനുള്ള ദൈവജനമുണ്ടോ? യേശുവിനോട് അടുപ്പമുള്ളവരെല്ലാം യേശുവിന്റെ ശബ്ദം തിരിച്ചറിയോ? There are a lot of people come to the service, they hear a song, they hear a message. When they hear a testimony, they know the message is for them. When they hear the message, the spoken word, they know, they recognize the message. But there are a lot of people come and hear a prominent message, but never take a message home. And after that, we see that John was following the Lord Jesus Christ. There are a great many people walk before the Lord. And all the people walk before say, you keep quiet. And when we see all the people going before, they are very shy.
Likewise, in our church also, there are some people go and make so much noise in the front. ഞാൻ പറഞ്ഞ ആരും മുമ്പിൽ കയറി നടക്കരുത്. Don't make that kind of kids noise. ഗുരുവിനോടമാകുന്ന ശിഷ്യൻ മതി. You must be just like the teacher. നമുക്കെല്ലാവർക്കും കർത്താവിന്റെ പുറകെ പോയാൽ മതി. We must follow the Lord Jesus. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമുക്കെല്ലാം കർത്താവിന്റെ പുറകിൽ പോയാൽ മതി. Let me stress you again. You must learn to follow rather than going in the front and making sound. കർത്താവിനെ പിൻപറ്റുന്നതിനുള്ളതാണ് നമ്മുടെ Bible ലക്ഷ്യം. says you must follow Christ. അവർ യോഹന്നാൻ കർത്താവിനെ പിൻപറ്റി. And he followed Christ. ഒടുവിൽ യോഹന്നാനെ ഡൊമീഷ്യൻ കൈസർ കൊല്ലുവാനായി എണ്ണ തിളപ്പിച്ച് തല എണ്ണയ്ക്കകത്തിട്ടു. And there was a time came when the Emperor Domitian decided to throw this apostle into the boiling oil. അപ്പഴം പൊള്ളിവരുമെന്ന് ഈ ഡൊമീഷ്യൻ കൈസർ വിചാരിച്ചു. Domitian thought this man is going to come out as tortilla is being fried in a frying pan. എന്നാൽ തിളച്ച എണ്ണയ്ക്കകത്തും യോഹന്നാൻ ജീവനോടുകൂടെ നീന്തി കളിച്ചു. As John was placed in this boiling oil, John was swimming in the boiling oil. ഡൊമീഷ്യൻ കൈസർ വിചാരിച്ചു ഇവൻ അമാനുഷ്യനാണെന്ന് പറഞ്ഞു. And the Emperor Domitian said, he is not a normal man. ഇവനെ പസ്തുവസ്തുവിലേക്ക് നാട് കടത്തി. We are going to exile, put him in exile in the Isle of Patmos. അവിടെ കൂട്ടായ്മയ്ക്ക് ആരുമില്ല. There is no one there for fellowship. എന്നാൽ ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് അവൻ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുവാനായി തുടങ്ങി. And Sunday morning, he alone rose up and started worshiping. അവൻ ആത്മവിവശനായി. He was full of the Holy Spirit. കർത്താവ് ഇറങ്ങി വന്നു. And the Lord came down. അവന് ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു. He was shown visions. അവിടെ ഇരുന്നുകൊണ്ട് 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ ലേഖനങ്ങൾ എഴുതി. And he started writing the first epistle of John, second epistle of John, third epistle of John. ഒടുവിൽ വെളിപ്പാട് പുസ്തകം അവിടുന്ന് യോഹന്നാൻ എഴുതി. And last he wrote the book of Revelation. ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. The Lord Jesus gave his revelation അവൻ to John. അതെല്ലാം എഴുതി വെച്ചു. And he explained like this. 12 അപ്പോസ്തലന്മാരും ബാക്കിയുള്ളവരെല്ലാം കൊല ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമെന്ന് പ്രാപിച്ചയാള് ഈ യോഹന്നാൻ മാത്രമാണ്. All the other apostles were slain by enemies, sword or other means. But this man of God, Apostle John, had a natural death. എവിടെ അനുഗ്രഹം? Where is the blessing? പുരുഷാരം. Crowd. അതിനകത്ത് 500. And among them 500. അതിനകത്ത് 70. And 70 among them. 70 12. And from 70 there is 12. 12 And from 12 there is 3. innermost certain യോഹന്നാൻ. And the innermost, the closest one is Apostle John. നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. Let us be closer to the നമുക്ക് Lord. കർത്താവിനോട് ചേർന്നിരിക്കാം. Let us come closer to the ഈ Lord. വന്നിരിക്കുന്ന എല്ലാവരും ഒരാളെ പോലെയാകാതെ And all you came not like every other one. കർത്താവേ, നാളെ മുതൽ ഇവരിൽ എല്ലാവരെക്കാളും മുൻപനായി കർത്താവിനോട് ചേർന്നിരിക്കാൻ ഇവിടെയാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Oh, let us pray, Lord, allow me more than anybody else for me to be closer to you. എല്ലാവരെക്കാളും കർത്താവിനോട് ചേർന്നിരിക്കാൻ ഇവിടെയാകട്ടെ. Oh, let Lord allow you to come closer to you, closer to Him than any other. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്യാം. All those who have the desire, lift your hand and praise God. യേശുവേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord richly bless you tonight. കർത്താവിനെ നാളെ സഭായോഗത്തിലും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും. If God willing, tomorrow at Sunday service I'll be here. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. May the Lord richly bless you.